ഇലയടകൾ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം. മധുരമുള്ളതും മധുരമില്ലാത്തതും ഉണ്ടാക്കാം. ഇലയടകൾ എല്ലാവർക്കും ഇഷ്ടം തന്നെയാവുമല്ലോ. ആദ്യം എല്ലാവർക്കും ഇഷ്ടമുള്ള ശർക്കര ചേർത്ത ഇലയടയെക്കുറിച്ച് പറഞ്ഞുതരാം. ഇതിന് വേണ്ടത് ചിരവിയ നാളികേരം, ചിരവിയ ശർക്കര, അതിലേക്ക് അല്പം ആവിലോ അല്ലെങ്കിൽ അരി വറുത്തതോ ചേർക്കുക. മിക്സാക്കിയതിന് ശേഷം ആ മിക്സ് ഇലയടയ്ക്ക് നടുവിൽ ചേർത്ത് എല്ലായിടത്തും പരത്തി ഇലയിൽ പരത്തി ഇല മടക്കി പുഴുങ്ങിയെടുക്കുക. ഇനി രണ്ടാമതൊന്നുകൂടി പറഞ്ഞു തരാം. പഞ്ചസാര ചേർത്ത ഇലയട. പഞ്ചസാരയും അവിലും ചേർത്ത് അല്പമൊന്ന് പാലിൽ കുതിർത്ത് കുഴച്ച് അതിന് നടുവിലായി ഫില്ല് ചെയ്ത് ഇലയട സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പുഴുങ്ങി എടുക്കുക അല്ലെങ്കിൽ ആവിയിൽ എടുക്കുക. ഇനി എല്ലാവർക്കും കഴിക്കാൻ പറ്റാത്ത രീതിയാണല്ലോ മധുരമുള്ളത് കൊണ്ട് തന്നെ ഇലയട. അതുകൊണ്ട് തന്നെ മധുരം പറ്റാത്തവർക്കുള്ള ഇലയട പറഞ്ഞു തരാം. ക്യാരറ്റും ഉള്ളിയും പൊട്ടുകടലയും കൂടി മിക്സ് ചെയ്ത് ഇലയടയ്ക്ക് നടുവിൽ ഫില്ല് ചെയ്ത് ഇലയട സാധാരണ പോലെ തന്നെ മടക്കി അതിലേക്ക് ഇടുക. മുളക് വേണമെങ്കിൽ ചേർക്കാം, അത് അവനവൻ്റെ ഇഷ്ടം മാത്രമാണ്. വേണമെങ്കിൽ അല്പം ഉപ്പ് വിതറിയതിന് ശേഷം കുഴച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ശർക്കര ചേർത്ത് വേവിച്ച ചെറുപയർ ഫിൽ ചെയ്തും ഇലയട ചുടാം. ഇനി മധുരം പറ്റാത്തവർക്ക് ഉപ്പും മുളകും ചേർത്ത് വേവിച്ച ചെറുപയർ വറവിട്ടത് ഇതിന് നടുവിൽ ഫിൽ ചെയ്ത് ഇലയട ചുടാം. ഇനി കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന ഒരു രീതി പറഞ്ഞു തരാം. ഇലയടയ്ക്ക് നടുവിൽ പൊട്ടുകടല, മിക്സർ ഇവ മിക്സാക്കി അത് ഫിൽ ചെയ്ത് സാധാരണ പോലെ ഇലയട ചുട്ട് കൊടുക്കാം. കുട്ടികൾക്ക് ഇത് ഏറെ ഇഷ്ടമാവും. ഇനി മറ്റൊന്നുകൂടി പറഞ്ഞു തരാം. ഏവർക്കും ഇഷ്ടമാവുന്ന ഒരു ഇലയട കൂടിയാണിത്. ഒരു മുറി തേങ്ങ, അതിലേക്ക് കുഴയ്ക്കാൻ വേണ്ട തേൻ, അല്പം ശർക്കര ചിരവിയത്, വളരെ കുറച്ച് മതി. ഇവ മൂന്നും കൂടി മിക്സാക്കി ഈ ഇലയടയ്ക്ക് നടുവിൽ ഫിൽ ചെയ്ത് ഇലയട ചുട്ടെടുക്കുക. ഈ ഇലയട ഏറ്റവും ആരോഗ്യപ്രദവുമാവും രുചികരവുമാവും. കുട്ടികൾക്ക് ഏറെ ഇഷ്ടവുമാവും. തേനിൻ്റെ കൂട്ടാവുമ്പോൾ ഏറ്റവും നല്ലതുമാണല്ലോ.